ഹലോ. നമ്മുടെ വാഴ 2ന്റെ ക്ലൈമാക്സിൽ വരുന്ന അലനില്ലേ, അതേപോലെ ഒരു അലൻ നമ്മുടെ എൻറ്റയർ ലൈഫ് ഉണ്ടാവാന്ന് വിചാരിക്കാം. എന്തായിരിക്കും? സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈ ബ്രദർ. കിച്ചുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ശരിക്കും ഒരു 6.5 ഇയേഴ്സിൻ്റെ ഏജ് ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഗ്യാപ്പോ വേറെ ഒന്നും നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 9th സ്റ്റാൻഡേർഡ് തൊട്ടാണ് അവനുമായിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുന്നവരെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ATM കാർഡോ പിന്നെ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ പേയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കിച്ചുവിൻ്റെ കാർഡാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ UAE പോയി റിട്ടേൺ വന്നു. സ്റ്റിൽ ഐ എം യൂസിങ് ഹിസ് കാർഡ്. എനിക്ക് കാർഡ് എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ കൈ വെച്ചോളാൻ പറഞ്ഞു. സോ ഞാനത് വീണ്ടും ഉളുപ്പില്ലാതെ കൊണ്ടു നടക്കുന്നുണ്ട് ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ ഇൻ ലോ വരുന്ന ഒരു ടൈം വരെ ഇപ്പോൾ ലേഡീസിനായിട്ട് സ്പെസിഫിക് സ്പ്രേ അങ്ങനെ സ്പെസിഫിക് പ്രൊഡക്റ്റ് അങ്ങനെ ഞാൻ അത്രമാത്രം ബോധേടെ അല്ലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവൻ്റെ അണ്ടർവെയർ ഒഴിച്ച് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഈ കാണുന്ന വാച്ചും അവൻ്റെ തന്നെയാണ്. അതായത് ഇപ്പം എനിക്ക് എന്തെങ്കിലും കിച്ച് മേടിച്ച് എന്തെങ്കിലും കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മറ്റേ മോളാ, ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. സോ ഞാൻ അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ തമ്മിലുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എപ്പോഴും അതായത് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാനെപ്പോഴും ഒരു ലാസ്റ്റ് മിനിറ്റാണ് എല്ലാത്തിനും പ്രിപ്പയർ ചെയ്ത് പോകുന്നൊരു ക്യാരക്ടർ. അപ്പോൾ കിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രൈഡേ ഈവനിങ് വന്നു കഴിഞ്ഞാൽ കിച്ചു ഫ്രൈഡേ തന്നെ എല്ലാം പഠിച്ച് സെറ്റായി അങ്ങനെ പോകുന്നൊരു ബുജ്ജി ടൈപ്പാണ്. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ നൈറ്റ് ഞാൻ പഠിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുകയല്ല, ഫുള്ള് റിലാക്സേഷൻ ആയിരിക്കും. സാറ്റർഡേ ഞാൻ മൂവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എൻഗേജ് ആയിട്ട് പോകും. സൺഡേയും ഈ പറഞ്ഞ പോലെ മോർണിംഗ് ആകുമ്പോൾ ഞാനിങ്ങനെ ടൈം ഉണ്ടല്ലോ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് നൈറ്റ് ആകുമ്പോഴാണ് ഞാൻ ഓരോ പരിപാടി ഇങ്ങനെ പൊടി തട്ടിയെടുക്കുക. അത് കഴിഞ്ഞ് മൺഡേ മോർണിംഗ് ആണ് പീക്ക് ടൈം എന്ന് പറയുന്നത്. മൺഡേ മോർണിംഗ് എല്ലാവരും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാര്യമായിട്ട് പറയും, വീട്ടിലുള്ള എല്ലാവരും എൻ്റെ ഹോംവർക്ക് ചെയ്യാനും എൻ്റെ പിന്നാലെ നിൽക്കാനും ഇങ്ങനെ നിൽക്കും. എസ്പെഷ്യലി കിച്ചൊക്കെ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ എന്തോ പിക്ചറൊക്കെ വരച്ചെന്ന് ഓർമ്മയൊക്കെയുണ്ട് എനിക്ക്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ +1 +2 ബയോൾ സയൻസ് ആയിരുന്നു. സോ റെക്കോർഡ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വെക്കേഷൻ ടൈമിൽ റെക്കോർഡ് ഉണ്ടാവുമല്ലോ. സോ ആ വെക്കേഷൻ ടൈമിൽ റെക്കോർഡ് ഞാൻ ഒരു പെൻസിൽ കൊണ്ട് ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല റെക്കോർഡിൽ. അതായത് കിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പാവൻ്റെ ഫുൾ റെക്കോർഡ് വരച്ചു തന്നിട്ടുള്ളത് കിച്ചുവാണ്, ബോട്ടണി സുവോളജി റെക്കോർഡ്. സോ ഞാൻ അതിൽ ആ കൂടെ എഴുതിയെല്ലാം സെറ്റാക്കി ഇങ്ങനെ വെക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കിച്ചുവാണ്. എന്താണല്ലേ. പിന്നെ ഇപ്പോഴാണെങ്കിലും ഞാനിപ്പോൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങുമ്പോഴാണെങ്കിലും കിച്ചൻ്റെ അടുത്ത് പറയും, എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് അൺബോക്സ് ചെയ്യണമല്ലേ, ഓക്കെ നീ അൺബോക്സ് ചെയ്തിട്ട് ഞാനത് യൂസ് ചെയ്യാം. ഇപ്പം എന്ത് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാലും ഇപ്പം എനിക്ക് പോകണം വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ എല്ലാം ഇപ്പം അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ചിരിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളില്ല, തർക്കങ്ങളില്ല എന്നൊന്നുമില്ല. നമ്മൾ തമ്മിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എത്ര ടൈം എടുത്ത് സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിനെ അത് ബാധിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ നമ്മളിങ്ങനെ വിലയിരുത്താനായിട്ടെന്ന് പറയുമല്ലോ. എങ്ങോട്ടെങ്കിലും പോയി വിളിച്ച് എവിടെയെങ്കിലും നമ്മളങ്ങനെ ഫുൾ ഡേ, അതായത് ഡെയിലി ഇങ്ങനെ വിളിച്ച് കുറേ നേരം സംസാരിക്കുക അങ്ങനെയുള്ള വൈബൊന്നുമില്ല. നമ്മളെപ്പോഴാണോ നമുക്കിങ്ങനെ സംസാരിക്കാനായിട്ട് തോന്നുന്നത് ആ ടൈമായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, അതായത് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പേരെടുത്ത്, അതായത് ഇപ്പോൾ ഞാൻ കിച്ചു എന്ന് വിളിക്കുന്നുണ്ട്, അതിന് തന്നെ കുറേ പേര്, അപ്പോൾ കുറേ പേരൊക്കെ പറയാം എന്താ ഇപ്പം ഇത്ര ഏജ് ഡിഫറൻസ് ഉണ്ടായിട്ട് പിന്നെ എന്താ ഇങ്ങനെ വിളിക്കുന്നതെന്നുള്ളത്. സോ ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വിളിക്കുന്ന ഇതിലല്ല, എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ വിളിക്കണമെന്നല്ല, നമ്മളൊരാളെ എങ്ങനെയാണ് റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ വിളിച്ചിട്ട്, ഇപ്പോൾ ആ ചേട്ടാന്ന് വിളിച്ചിട്ട് നമ്മൾ അപ്പുറത്ത് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ എങ്ങനെയാണോ നമുക്ക് ആളെ വിളിക്കാൻ കംഫർട്ട്, ആ ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്താണോ കേൾക്കാൻ ഇഷ്ടം അത് വിളിക്കല്ലേ. അപ്പം അതുകൊണ്ട് ആ ഒരു ടേം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ പറയാനുള്ളൂ. ഇത്രയല്ല, ഒരുപാട് സ്റ്റോറിയാണ്. അതായത് ഇങ്ങനെ സ്റ്റോറിയൊക്കെ ആക്കി പറയുകയാണെങ്കിൽ കുറേ കുഞ്ഞു ഇൻസിഡൻസ് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവരുടെയും നിങ്ങളുടെ ബ്രദർ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിവേ കൂൾ ഗുരു, ശുക്രിയ.